റിപ്പോർട്ട് തുടർച്ചയായി സംപ്രേഷണം ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു സംസ്ഥാനത്ത് ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്ന രീതി തുടരുന്നു. ആ വാർത്ത ഇന്നലെയും നമ്മൾ സംപ്രേഷണം ചെയ്തു, മെനഞ്ഞാന്ന് സംപ്രേഷണം ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് നടപടിക്കുമൊക്കെ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. സംസ്ഥാനത്ത് വേഗപ്പൂട്ട് വിച്ഛേദിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടർ വാർത്തയോടുള്ള പ്രതികരണമായിരുന്നു. ഇവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കും. കമ്പനിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദാക്കും. വേഗപ്പൂട്ട് പരിശോധന സംസ്ഥാനത്തുടനീളം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ബസ്സുകളിൽ വേഗപ്പൂട്ടുകൾ ഘടിപ്പിച്ച ബസ്സുകളാണുള്ളത്, പക്ഷേ അത് പലരും ഡിസ്കണക്ട് ചെയ്ത് ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് നടപടികൾ കർശനമായിട്ട് പിടിക്കും. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ പിടിച്ചത് ഈ ടിപ്പർ ലോറിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ TV ഓൺ ചെയ്താൽ നിങ്ങളുടെ വാർത്ത കാണുമ്പോൾ ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 പേരെങ്കിലും ടിപ്പർ ഇടിച്ച് മരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2-4 ആഴ്ചയായിട്ട് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ ടിപ്പറും 9 ടിപ്പർ പരിശോധിച്ചാൽ 9ലും വേഗപ്പൂട്ട് അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ഗ്യാങ് ഉണ്ട്, ഏജൻസി ഒരു ഗ്യാങ് ഉണ്ട്. അവരെ പിടിക്കും, ഞങ്ങൾ പിടിച്ച് അവരെ ക്രിമിനൽ കേസ് പ്രതിയാക്കി അകത്താക്കും. ഇത് കട്ട് ചെയ്യുന്നതല്ല, ഈ കട്ട് ചെയ്തെന്നുണ്ട് അത് വളരെ എളുപ്പമാണ്. പക്ഷേ പുതിയ മോഡലുകളിൽ ഇത് എഞ്ചിനകത്ത് കയറി തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്യൂണിങ് മാറ്റണം. കമ്പനിയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഡീലർഷിപ്പ് റദ്ദാക്കും. ഇപ്പോൾ ഒരു പ്രത്യേക കമ്പനിയുടെ കൊല്ലത്തുള്ള ഒരു ഡീലർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരു ഡീലർ കട്ട് ചെയ്താൽ അയാളെ കട്ട് ചെയ്യും. അതിനുള്ള അധികാരം RTI ഉണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷനുണ്ട്. അത് ഉപയോഗിക്കും. വെളിയിൽ നിന്നുള്ള ആളാണെങ്കിൽ അവരെ പിടിച്ച് ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ സർക്കുലർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നല്ല നീക്കം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണം. മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കരുത്. വേഗമാണ് അപകടങ്ങൾക്ക് പല കാരണം എന്നുള്ളത് നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോഴും ചോദ്യം, KSRTC ജീവനക്കാർക്ക് ശമ്പളം കുടിശ്ശിക അതെന്ന് കിട്ടും? എന്തായാലും ഉടനെ നൽകും എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. 2 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി ജീവനക്കാർക്ക് മാസം ആദ്യം തന്നെ ശമ്പളം നൽകും. ഇതിനായി മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നടക്കുകയാണ്. ഗ്രാമങ്ങളിലൂടെയുള്ള സർവീസിനായി KSRTC 300 മിനി ബസ്സുകൾ വാങ്ങും. എല്ലാ പഞ്ചായത്ത് റോഡുകളിലും ബസ്സുകൾ ഓടിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും സ്ത്രീകൾക്കും ഈ ബസ് ഓടിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ജീവനക്കാർക്കുള്ള ശമ്പളത്തിന് 2ാം ഗഡു ഈ അടുത്ത് കൊടുക്കും. 2ാം ഗഡു ഉടനെ കൊടുക്കും. പക്ഷേ അതൊരു സംവിധാനം ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ റെഗുലറായിട്ട് ആദ്യം തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകൾ അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ഓടുന്നതെല്ലാം പഴയ വണ്ടികളാണ്. അപ്പോൾ അത്തരം വണ്ടികൾ ഓടുമ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ വരും, ഒരുപാട് ഡീസൽ ചിലവ് വരും, പിന്നെ ഒരുപാട് മെയിൻ്റനൻസ് വരുന്നു. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ വണ്ടികൾ വരുന്നതുകൂടി കുറച്ചുകൂടി ചെറിയ വഴികളിലൂടെ പോകാൻ പറ്റും, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. 300 വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെയൊക്കെ നാട്ടിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ ഈ ചെറിയ ടെമ്പോ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പണ്ടൊരുപാട് ഇത്തരം ടെമ്പോകളുണ്ടായിരുന്നു. ചെറിയ നാട്ടുവഴികളിലൂടെയൊക്കെ ഇതിങ്ങനെ ഓടും. നമ്മൾ ചെറിയ പൈസ കൊടുത്താൽ പോവുക. KB ഗണേഷ് കുമാർ പണ്ട് ആദ്യം മന്ത്രിയാകുമ്പോൾ ഇതേപോലുള്ള വണ്ടികൾ സമാന്തര സർവീസ് നടത്തുന്ന ഒരുപാട് ട്രിപ്പുകളുണ്ടായിരുന്നു. പാരലൽ സർവീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ അന്ന് പിടിച്ചിരുന്നു. അന്നും ഈ ചെറിയ വണ്ടി കൊണ്ടുവരാൻ ഒരു നീക്കം നടത്തിയിരുന്നു. കുറച്ച് ചെറിയ വണ്ടികളൊക്കെ ഇറങ്ങിയിരുന്നു. വീണ്ടും ആ ചെറിയ വണ്ടികൾ നിരത്തിലിറങ്ങുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് വെച്ചാൽ പഞ്ചായത്ത് റോഡുകളിൽ പോലും KSRTC ബസ്സുകൾ സർവീസ് നടത്തണം എന്നുള്ളതാണ്. അതായത് ആർക്കും ബസ് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകും. നമുക്കിപ്പോൾ അറിയാം, വലിയ പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളെല്ലാം ഇടറോഡുകളിൽ ഓടുന്നില്ല. അതായത് ഈ പഞ്ചായത്ത് വഴികളിലൂടെയൊന്നും ബസ്സുകൾ ഓടുന്നില്ല. ആ സ്ഥലങ്ങളിൽ പോലും KSRTC ബസ്സുകളുടെ സേവനം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 300 മിനി ബസ്സുകൾ വാങ്ങുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബസ്സിൻ്റെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്ക് വരെ ഓടിക്കാം, 2 പേർ മതി. 2 സ്ത്രീകളാണെങ്കിൽ അവർക്കും ഓടിക്കാം. അത്രയും എളുപ്പത്തിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. മാത്രമല്ല, ഈ KSRTCയെ കുറിച്ച് KSRTC അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് KSRTC ഒന്ന് മാറ്റിയെടുത്ത് പ്രൈവറ്റ് ബസ്സിനോടൊപ്പം ചേർത്ത് നിർത്തുക, ആളുകൾക്ക് ഏറ്റവും പ്രിയമായി തീർക്കുക, ആളുകൾക്ക് അത് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ 300 KSRTC വാങ്ങുക. അത് കഴുകുന്നതിന് പ്രത്യേക വിങ്ങിന് ഏർപ്പാടാക്കിയിട്ട്, ബസ് കഴുകാൻ പോലും പ്രത്യേക വിങ്ങുണ്ട്. അതിന് ഹൈ പ്രഷർ കംപ്രസർ വാങ്ങിയെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ബസ് അടിച്ച് കഴുകി വൃത്തിയാക്കി ആർക്കും കയറുന്നതിൽ ഒരു അറപ്പ് തോന്നാത്ത രീതിയിലുള്ള ബസ്സുകൾ വാങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈ പ്രഷർ കംപ്രസർ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലിമിറ്റുകൾ, അതായത് KSRTC നഷ്ടത്തിലാകാനുള്ള മറ്റൊരു കാരണം നമുക്കറിയാം, KSRTCക്ക് മുന്നിൽ തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ വേഗതയുണ്ട് ഓടുന്നുണ്ട്. അത്തരം പെർമിറ്റുകൾ ഇനി നൽകരുതെന്നും അതിന് MLA മാർക്ക് കത്ത്
നൽകിയിട്ടുണ്ടെന്നും പിന്നെ പ്രധാന പ്രശ്നം ഈ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയാണ്. ഈ ശമ്പള കുടിശ്ശിക ഉടൻ തന്നെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2 മാസത്തിനുള്ളിൽ എല്ലാവർക്കും മാസം ആദ്യം തന്നെ ശമ്പളം നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിനുവേണ്ടി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന കാരണം ഈ വേഗപ്പൂട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്തയടക്കം നൽകിയതിൽ കണ്ടിട്ടുണ്ട്. അമിത വേഗത ബസ്സുകൾക്കുള്ളതിൻ്റെ കാരണം ഈ പല വാഹനങ്ങളിൽ നിന്നും വേഗപ്പൂട്ട് വിച്ഛേദിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഈ വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഇറങ്ങുന്ന ബസ്സുകൾക്കെല്ലാം ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഡിസ്കണക്ട് ചെയ്യുന്നതിന് ഡീലർമാർ ഒത്താശ നൽകുന്നുണ്ടെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വേഗപ്പൂട്ടിന്റെ പരിശോധന ഉടനീളം തുടർന്നുകൊണ്ടിരിക്കും. ഓവർ സ്പീഡ് അല്ല, ഓവർലോഡ് അല്ല, ഒരുപാട് ഐഡിയ ഉള്ളൊരു മിനിസ്റ്ററാണ്. അപ്പോൾ ഈ ഐഡിയ ഒക്കെ പ്രാവർത്തികമാക്കാൻ പക്ഷേ KSRTCയിൽ അങ്ങോട്ട് വലിയ പാടാണ്. ക്ലച്ച് പിടിച്ച് വരുന്നില്ല പലരും. അദ്ദേഹത്തിൻ്റെ പുതിയ ഈ പ്രീമിയം ബസ്സുകൾ നിരത്തിലിറക്കുന്നു, നല്ല കാര്യമാണ്. ആളുകൾക്ക് ഡീസൻ്റായിട്ട് യാത്ര ചെയ്യാൻ പറ്റണം, കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവണം. KSRTCയുടെ ബസ്സുകളൊക്കെ നല്ല സൂപ്പർ പ്രീമിയം ബസ്സുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഓടുന്നത്. നല്ല ഡ്രൈവർമാർ, നല്ല പരിചരണം, ഇതൊക്കെ ഇപ്പോൾ KSRTC മാറി വരുന്നു എന്നൊരു സൂചനയാണ്. മാത്രമല്ല ഒരു പ്രേക്ഷകൻ എഴുതുന്നുണ്ട്, ദിലീപേ, മുഹമ്മദ് ഫൈസൽ, ഈ മിനി ബസ്സിൽ ഒറ്റ തൊഴിലാളിയെ വെച്ചുകൊണ്ട് ഓടിക്കാൻ കഴിഞ്ഞാൽ ലാഭകരമാകും എന്നാണ് ആ പ്രേക്ഷകൻ പറയുന്നത്. അതും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ബസ്സാണല്ലോ, നാട്ടുകാരെയൊക്കെ അറിയാവുന്നു. ഇപ്പോൾ ഒരു വനിതയാണ് ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നാട്ടുകാരെയൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി ഓടിച്ച് ഈ നാട്ടുവണ്ടി, ഗ്രാമവണ്ടി എന്നുള്ളൊരാശയം മിനിസ്റ്റർ വെച്ചാൽ നന്നായിരിക്കും. നമുക്കൊരു പേര് മിനിസ്റ്റർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ, ഗ്രാമവണ്ടി അല്ലേ. ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ വണ്ടി ഓടുന്നു, KSRTCയുടെ ചെറിയ മിനി ബസ്സുകൾ ഓടുന്നു, അതിൽ വനിതകൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു. ഒരു വനിതയ്ക്ക് തന്നെ ആ ഒരു മിനി ബസ് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ അത് മാറ്റിയാൽ നന്നായിരിക്കും. ഈ കുടുംബശ്രീയുടെ യൂണിറ്റൊക്കെ നന്നായി പോകുന്നത് പോലെ അവിടെ നിന്ന് ഡ്രൈവിംഗ് അറിയാവുന്ന മിടുക്കികളായിട്ടുള്ള വനിതകൾക്ക് ഒരു തൊഴിലുമാവുമല്ലോ അല്ലേ ദിലീപ്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഭാവിയിൽ അതൊരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒറ്റ ഡ്രൈവറാകും, അത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കയറുന്ന സംവിധാനങ്ങളൊക്കെ ഒരു പക്ഷേ വന്നേക്കാം. പ്രത്യേകിച്ച് കൊല്ലം പത്തനാപുരത്ത് ഇപ്പോൾ ഒരു മിനി ബസ് ഇറങ്ങിയിട്ടുണ്ട്. KSRTC ബസ് ഏതാ, മിനി ബസ് ഏതാ എന്നുള്ള അത് പ്രൈവറ്റ് ബസ് ഏതാണെന്ന് തിരിച്ചറിയില്ല. കാരണം പ്രൈവറ്റ് ബസ്സിനേക്കാൾ മനോഹരമായ ഒരു KSRTC ബസ്സാണ് പരീക്ഷണാർത്ഥത്തിൽ ഇപ്പോൾ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മാസത്തെ പരീക്ഷണമാണ്. അത് വലിയ തോതിലുള്ള റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള ജനങ്ങളുടെ പിന്തുണ ആ ബസ്സിന് വന്നു. അത് സംസ്ഥാനത്തുടനീളം ഇറക്കാനുള്ള ഒരു പദ്ധതിയും കൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെന്നാൽ അറിയാം, വണ്ടിപ്രാന്തനാണ് അദ്ദേഹം. അതുകൊണ്ട് വാഹനത്തിൻ്റെ ഒരു തരികിടകളും ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏശില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും, വണ്ടിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് അദ്ദേഹത്തോട് പറയാം അതിന് നട്ടും ബോൾട്ടും ലൂസാണ്, അല്ലെങ്കിൽ അതിന് പിക്കപ്പില്ല എന്നൊന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏശില്ല. കാരണം അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഒരാളും വാഹനത്തെക്കുറിച്ച് ഒരു കള്ളം പറഞ്ഞാൽ അതെനിക്ക് കണ്ടാൽ മനസ്സിലായി. ഏത് വാഹനവും ഓടിച്ചു നോക്കി വാഹനം നിരത്തിലിറക്കുന്ന ഒരു മന്ത്രിയാണ്. അതായത് ഗതാഗത മന്ത്രി വണ്ടി ഓടിച്ചു നോക്കി അത് ഡ്രൈവർമാർക്ക് ഫ്രണ്ട്ലി ആയി അവരോടൊപ്പം ഓടിക്കാൻ കഴിവുള്ള ഒരു ഗതാഗത മന്ത്രിയാണ്. നല്ല ആശയങ്ങളുള്ള ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പലർക്കും ചിലപ്പോൾ തടിയണങ്ങി പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ ഈ വാഷിംഗ് വിങ്ങിലേക്ക് മാറ്റുന്നുണ്ട്. അവരത് നോക്കി ടിക്കിട്ടാൽ മതി, വാഹനങ്ങൾ നോക്കിയിട്ട് ടിക്കിട്ടാൽ മതി, അവർ അത് കൃത്യമായി ചെയ്യണമെന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞു. അങ്ങനെ സംസ്ഥാനത്തെ ഗതാഗത നിയന്ത്രണത്തിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. KSRTC പൊതുഗതാഗതത്തിന് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഫ്രണ്ട്ലി ആക്കുന്ന മുമ്പ് നമുക്കറിയാം, ആദ്യം അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലോ ഫ്ലോർ ബസ്സുകൾ അടക്കം ഇറക്കി അത് വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തി. നല്ല ഒരു KSRTCക്ക് തന്നെ ഒരു മാറ്റം വരുത്തി. ജീവനക്കാർക്കും ഈ ഗ്രാമവണ്ടി കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ, പഞ്ചായത്ത് റോഡുകളിലൂടെ ഓടട്ടെ, സ്ത്രീകളത് ഓടിച്ചു പോട്ടെ. ദിലീപ് പറഞ്ഞതുപോലെ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ 3 കാര്യങ്ങളിൽ പുള്ളിക്ക് വ്യക്തമായ നിലപാടുണ്ട് കേട്ടോ. 1, വാഹനങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അതിന് കാര്യങ്ങളെക്കുറിച്ച് അറിയാം. 2, ആനകളെക്കുറിച്ച് ചോദിച്ചാലും KB ഗണേഷ് കുമാറിന് നല്ല ധാരണയുണ്ട്. 3, ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് കാര്യം ഇത് 3ഉം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. സ്കൂൾ മാനേജറായിരുന്നു, ആനയുണ്ടായിരുന്നു, ഈ പറയുന്ന ബസ്സുകളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല താല്പര്യമാണ്. മാത്രമല്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സാങ്കേതിക വിദ്യയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം മാറ്റങ്ങളൊക്കെ വരട്ടെ. നമ്മുടെ പഞ്ചായത്തുകളിൽ മിനി വണ്ടികളൊക്കെ വന്ന് നിറയട്ടെ. അതിൽ സ്ത്രീകളൊക്കെ പൈലറ്റുമാരായിട്ട് ഓടിക്കട്ടെ. വളരെ സൗഹൃദമായിട്ട് പോകട്ടെ. കയറാൻ തോന്നുന്ന വാഹനങ്ങൾ വരട്ടെ. ചുമ്മാ വെറുതെ നിന്നാൽ പോലും ഒരു നല്ല വണ്ടി വന്ന് നിൽക്കുന്ന സമയത്തൊന്ന് കയറി ഒന്ന് യാത്ര ചെയ്യാനൊക്കെ തോന്നത്തക്ക രീതിയിലേക്ക് KSRTC പരിഷ്കരിച്ചു വരട്ടെ. നമ്മളൊരു പേര് കൂടി സജസ്റ്റ് ചെയ്യുന്നു, ഗ്രാമവണ്ടി. പലയിടങ്ങളിലും ഈ വണ്ടി ഓടുന്നതായിട്ട് നമുക്കറിയാം. അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഓടിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ KSRTCയുടെ ഗ്രാമവണ്ടി നമ്മുടെ നിരത്തുകളിലൂടെ നിറയട്ടെ. 300ഓളം മിനി ബസ്സുകളാണ് KSRTC വാങ്ങാൻ പോകുന്നത്. എല്ലാവിധ ആശംസകളും. ആ ബസ്സുകൾ നിരത്തിലിറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ദിവസം യാത്ര ചെയ്യാം. നമ്മളൊരു വാർത്താ പ്രഭാതം ഈ മിനി ബസ്സിൽ നിന്നാവാം. നാട്ടുവഴി ഇടവഴികളിലൂടെയൊക്കെ KSRTC ഇങ്ങനെ ഹോണൊക്കെ അടിച്ച് നമുക്ക് പോകാം.